എൻ്റെ പേര് ബിലാൽ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശിയാണ്. അതായത് ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാം. സെക്ഷൽ ഒഫൻസസ് കേസുകളിൽ നിരവധി വ്യാജ പരാതികൾ നിലവിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ IPC 228A പ്രകാരം അതിജീവതയ്ക്ക് അല്ലെങ്കിൽ പരാതിക്കാരിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പരാതിയിന്മേൽ വരുന്ന ഒരു അക്യൂസർ ആയിട്ടുള്ള പേഴ്സണ് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുത്തില്ല. അവരുടെ ഐഡന്റിറ്റി പോലീസിൽ നിന്ന് തന്നെയാണ് ആദ്യം ചോരുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അപ്പം അക്യൂസർ ആയിട്ടുള്ള പേഴ്സണ് അവർ കൺവിക്റ്റ് ആവുന്ന കാലം വരെ സമൂഹത്തിൽ അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കപ്പെടണം. അവർക്ക് യാതൊരു തരത്തിലും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇതിന് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കാനും പുതിയ നിയമനിർമ്മാണം ആവശ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കൊണ്ടാകുന്ന പോലെ ഞാൻ സമൂഹത്തിന് വേണ്ടി ഒരു പൊതു താല്പര്യ ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ ഈ അടുത്തിടയ്ക്ക് വളരെ ഫേസ്ബുക്കിലൂടെ ശ്രദ്ധിച്ച ഒരു കാര്യങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് എന്നൊരു പേജ് തന്നെ തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പല വിലക്കുകളും പോലീസുകാർക്ക് അതിനുമേലുള്ളതാണ്. പക്ഷേ ആ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിലെ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളുടെ ഐഡന്റിറ്റി അന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആ നിമിഷം തന്നെ ഫേസ്ബുക്കിലൂടെ പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ കണ്ടുവരുന്നുണ്ട്. പോലീസുകാർക്ക് എന്താണ് അതിനുള്ള അധികാരം? പോലീസിന്റെ ആ ഒരു വളരെ മോശകരമായ ഒരു പ്രവൃത്തിയാണ് ഫേസ്ബുക്കിലൂടെ വെറും പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ ഐഡന്റിറ്റി വെളിയിൽ വിട്ട് അദ്ദേഹത്തിന്റെ മൗലിക അവകാശം ഇല്ലാതാക്കുന്ന മോശകരമായ പ്രവൃത്തിയാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്.